കനത്ത ചൂടിനിടയിൽ നാടിന് പ്രതീക്ഷ നൽകി മഴ പെയ്തെങ്കിലും കുടിവെള്ളത്തിനായി മലയോര മേഖലയിൽ ബുദ്ധിമുട്ട് തുടരുകയാണ്. മുണ്ടക്കയം, കോഴത്തോട്, കൊക്കയാർ, കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ കുടിനീര് കിട്ടാക്കനിയായി മാറിയിട്ടുണ്ട്. ചില മേഖലയിൽ പഞ്ചായത്ത് ലോറികളിൽ വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ വലയുകയാണ് മിക്ക കുടുംബങ്ങളും. മേഖലയിലെ പ്രധാന ജലസ്രോതസ്സുകളായ മണിമലയാർ, പുല്ലകിയാർ, അഴുതയാർ എന്നിവ വറ്റിവരണ്ടു. തോടുകളിൽ കുടിവെള്ളത്തിനായി ഓലി നിർമ്മിച്ച് പരീക്ഷിച്ചിട്ടും പലയിടങ്ങളിലും പ്രയോജനം ലഭിക്കുന്നില്ല. മുണ്ടക്കയം പഞ്ചായത്തിലെ സ്രാമ്പി, വെള്ളനാടി, പുഞ്ചുവയൽ, ഇഞ്ചിയാനി, ചെളിക്കുഴി, വരിക്കിയാനി, വണ്ടൻപതാൽ, കരിനിലം, 31 മൈലടക്കം നിരവധി പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതി വരുമെന്ന പ്രതീക്ഷയാണ് ഭാവിയിലുള്ളത്. എന്നാൽ ഈ വേനൽ കടന്നു പോകും വരെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിൽ ആശങ്കയുണ്ട്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. വല്ലീറ്റ, താളുങ്കൽ, പറത്താനം, തേൻപുഴ, കൊടുങ്ങ, പ്ലാപ്പള്ളി, ചാത്തൻ പ്ലാപ്പള്ളി തുടങ്ങിയ മേഖലയിൽ വെള്ളമില്ലാതെ ജനം വലയുകയാണ്. പുല്ലകേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ നാടിന് ഓലി നിർമ്മിച്ച് നൽകുന്നുണ്ട്. കൊക്കയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കിലോമീറ്ററുകൾ താണ്ടിയാണ് വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നത്. പഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ ഓലികൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ജലക്ഷാമം രൂക്ഷമായ ഭാഗങ്ങളെ അവഗണിച്ചതായും പരാതി ഉയരുന്നുണ്ട്. മേലോരം, പട്ടിക്കുന്ന്, വെമ്പിളി, വടക്കേമല, കനകപുരം, കുറ്റിപ്ലാങ്ങാട് പ്രദേശങ്ങളിലും വെള്ളം കിട്ടാതെ നാട് വെന്തുരുകുകയാണ്. കോഴത്തോട് പഞ്ചായത്തിലെ അവസ്ഥയും വിഭിന്നമല്ല. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.